കുടുംബശ്രീ തീരാറായേ. 4 മണി കഴിഞ്ഞു. അവർക്ക് കഴിവാ ഇപ്പം എന്നതിന് വരുവാണെന്ന് അറിയത്തില്ല. ഇപ്പം 10 രൂപ ഫൈനാക്കണം ഇനി ഇവർക്ക്. എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണ്. നല്ല അണിഞ്ഞ് ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നേക്കുവാ വിചാരം. തീരാറാകുമ്പോൾ വരുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഒന്ന് പോവാൻ. രമ്യ ഞങ്ങളാരും വന്നപ്പോ എത്ര വിളി വിളിച്ചു? രമ്യ എവിടെയായിരുന്നു? എന്റെ ചേച്ചി ഞാൻ 3 മണിയായപ്പോൾ ഒരു ചമഞ്ഞ് നിന്നതാ. അന്നേരം നോക്കിയപ്പോൾ ചെരുപ്പില്ല. ആകെപ്പാടെ ഒരു ചെരുപ്പുണ്ട്. ആ ചെറുക്കനാണ് അതിട്ടോണ്ട് തോട്ടിപ്പോയി. ആ ചെറുക്കൻ അത് അവിടെ കൊണ്ടിട്ടപ്പോണ്ടല്ലോ കെട്ടിയാണ് എടുത്തോണ്ട് വണ്ടി പണിയാൻ പോയെന്നെ. പിന്നെ ഞാൻ എന്നെ ഇട്ടോണ്ട് വരാനത് ഇതുണ്ടോ, ഇതാണ് ഒരു ചെരുപ്പിന്റെ അവസ്ഥ. ഒരു ചെരുപ്പുണ്ട്, 3 പേരെ ചെരുപ്പ് ഉപയോഗിച്ചോണ്ട് നടക്കുന്നത്. കുടുംബശ്രീ വരാൻ അന്തരം താമസിച്ചേ എല്ലാരും കൂടെ. അപ്പൊ രാജേഷ് വർക്ക്ഷോപ്പിൽ പോയിട്ട് താമസിച്ചത് നിങ്ങൾ എന്നാ ചെരുപ്പിട്ടോണ്ട് പോകും? അതുകൊണ്ടല്ലേ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരിടത്തും പോകാതെ. അതറിയത്തില്ല. ചെരുപ്പില്ലാതെ നടക്കണം. ചെരുപ്പില്ലാതെ നടക്കത്തില്ല. ചെരുപ്പിടാതെ എന്നിട്ടാണ് ഒരെണ്ണം മേടിക്കാത്തത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുടുംബശ്രീ ഇച്ചിരി പൈസ എടുത്തോണ്ട് ഒരു ചെരുപ്പ് മേടിക്കാന്ന് വിചാരിച്ചു വന്നതാ. പിരിവിടാന്നോ? തിരുവോ? എന്നാ തിരുവിട. നല്ല കാര്യം ബക്കറ്റ് വരുമോ? ബക്കറ്റ് വരുമോ? ബക്കറ്റ് വരുമൊന്നും വേണ്ട. ചെരുപ്പ് മേടിക്കാനുള്ള തിരുവാണെങ്കിൽ നമുക്കൊന്ന് പിടിക്കാം. കേട്ടോ? ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല. ബക്കറ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. രമ്യക്ക് ചെരുപ്പ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ ഓടിക്കും. നമ്മളെ പോയാലും 10 ചെരുപ്പ് മേടിക്കാനുള്ള പൈസ കിട്ടും. ചെറിയ പിരിവാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ഇന്നുള്ള പൈസ ഇങ്ങനെ ലോണായിട്ട് താ. എന്നിട്ട് അടുത്ത ആഴ്ച തിരിച്ച് നിങ്ങൾ എടുക്കും. ചെരുപ്പ് വള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ 3 പേര് ഉപയോഗിക്കുന്ന ചെരുപ്പ് അതറിയാമോ? അടിച്ചു മാറ്റി ചെരുപ്പ് കണ്ടോ? പിള്ളേരെ ചെരുപ്പ് എടുത്തോണ്ട് നാളെ കണ്ടോ? ഞാൻ ചെരുപ്പ് കാണിക്കാം, ആരുടെ മുഖം കാണിക്കത്തില്ലേ? ചെല്ല് പുറകോട്ട് പോകുന്നുണ്ട്. പിള്ളേരെ ചെരുപ്പ് ഇട്ടോണ്ട് വന്നേക്കുന്നവരെ കണ്ടോ? പകുതി എത്തത്തുള്ളൂ. ഇന്ന് ഞായറാഴ്ചയല്ലേ, രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയാലൊന്ന് ആലോചിച്ചായിരുന്നു. 2 ചെരുപ്പ് അവിടെ ചെന്നാലും കിട്ടിയാലേ. പോയാൽ മതി, എല്ലാ ദിവസവും പോയാൽ മതി. ഏതെങ്കിലും ഒരു രാവിലെ വീട്ടിലത്തെ പണിയും തിരക്ക് കാരണമുണ്ടല്ലോ, അതും നടന്നില്ല. അപ്പൊ ഒരു ചെരുപ്പുണ്ട വീട്ടില് എല്ലാവർക്കും ഉപയോഗിക്കാന്നുള്ളത് മനസ്സിലായില്ലേ? ഇതുപോലത്തെ മേടിച്ചാൽ നമുക്ക് എന്ത് ലാഭം ഉണ്ടെന്നറിയാം. 3-4 പേർക്ക് ഉപയോഗിക്കാം. പിള്ളേർക്കും ഇടാം, വലിയവർക്കും ഇടാം, എല്ലാവർക്കും ഇടാം. ഇട്ടത് വണ്ണം പോലെ ആവുമല്ലോ. ഇതുങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാനല്ലേ, ചെരുപ്പ് അടിച്ചെടുക്കാനാണ് പോകുന്നത്. വേറൊരു കാര്യം പിടികിട്ടി, അമ്പലത്തിൽ പോണത് പ്രാർത്ഥിക്കാനല്ല, ചെരുപ്പ് അടിച്ചു മാറ്റാനല്ല. അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണോ ഇത്? ഉത്സവമായ അവിടെ സ്ഥിരമാ, ഇറങ്ങത്തില്ല. 10 ദിവസം ഉത്സവത്തിന് അവിടെയാ. എത്ര ചെരുപ്പ് വീട്ടിൽ കൊണ്ടുവന്നറിയാവോ? പക്ഷെ കാണും അകത്ത്, വെളിയിലിട്ടാണ്ട് നടക്കാൻ പേടിയായിട്ടാണ്. മനസ്സിലായോ? ഒരുമയുണ്ടെങ്കിൽ ഉടക്കപ്പുറത്തും കിടക്കാവുന്നത്. ഒരുമയുണ്ടെങ്കിൽ ചെരുപ്പും വേറെ ഇടാം. ഇവർക്ക് പഴഞ്ചൊല്ല് ബാധക, 3 പേർക്കും ഒരു ചെരുപ്പ്. നിങ്ങൾ പറഞ്ഞേ നമുക്കൊന്നും ഒരു വഴിയാ. അതായിരിക്കും തെളിവായിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. ഒന്നല്ലേ എല്ലാവരും പോകാൻ ഇറങ്ങിയല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ചേച്ചിയുടെ മകളുടെ കല്യാണമാണ്. അപ്പം എനിക്ക് ഇപ്പോൾ കുടുംബശ്രീയിൽ എല്ലാവരും തരാൻ വന്നേക്കാം. എല്ലാ ദിവസവും തൊട്ട് എല്ലാവരും വന്നേക്ക് കേട്ടോ. എല്ലാവരും എല്ലാവരും വന്നേക്കണം. ചേച്ചിക്ക് ജോലി ഉള്ളത്, ചേച്ചിക്ക് ഒന്ന് വിളിക്കാനും നേരം കിടക്കില്ല. വീട്ടിലാണെങ്കിലും രാത്രിയിലാണ് വന്നത്. അപ്പോൾ കുടുംബശ്രീ ഞായറാഴ്ച ചേച്ചിക്ക് വേറെ നടക്കത്തില്ല. വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ നിന്ന് വരാനായിട്ട്. അപ്പോൾ എല്ലാവരും കേട്ടോ, ചേച്ചി അമ്മ ചേച്ചി എല്ലാവരും കൂടി സ്വീകരിച്ച് എല്ലാവരും വന്നേക്കണം. അപ്പോൾ വലിയ ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് വാങ്ങിക്കാനുണ്ട്. ഇത് ഞാൻ പോവാണ്. സമയമൊക്കെ എടുത്തപ്പോൾ ഡ്രസ്സ് ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പോകട്ടെ. ദിവസം ഞങ്ങൾക്ക് എപ്പം വരണം തിരക്കുണ്ടായിരിക്കും അല്ലേ? എന്നെ വിളിക്കണം കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണേക്കാൾ തിരക്ക് ഞാനായിരിക്കും. വന്നേക്കണം എല്ലാവരും. അങ്ങോട്ട് ഇറങ്ങി. നമ്മളെ എന്തിനാണ് കല്യാണം വിളിച്ചത്? നമ്മളെ കല്യാണം വിളിക്കുന്ന ഒരു കാര്യമില്ലല്ലേ? ചേട്ടത്തിയുടെ മോടെ നമുക്ക് ചുമ്മാതെ പോകാൻ പറ്റുമോ? ഇപ്പൊ 3 പിരിവ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ആരോട് പിരിവ് ചോദിക്കാൻ ആരും പൈസ തരത്തില്ല. പിരിവ് ചോദിച്ചാൽ ചുമ്മാ 500 കൊടുത്ത് 10 പേർക്ക് പോകാൻ പറ്റും. എല്ലാവരും കൂടെ കൂടി 500 രൂപ കൊടുക്കാം. 500 രൂപ കൊടുത്താൽ 20 പേരും കൂടെ പോകാൻ റെഡിയായിട്ട് നിൽക്കുമല്ലേ? 20 പേർക്കും അങ്ങ് പോകാം. 500 രൂപയും കൊടുത്തിട്ടോ
അതൊക്കെ മോശമാണ്. അതൊക്കെ മോശമാണ്. നമ്മൾ 500 രൂപയും കൊടുത്ത് 20 പേര് കൂടെ കല്യാണത്തിന് പോകുന്നത്. അല്ലെ പിന്നെ 500 അടുത്തിട്ട് ഒരാൾ പോയി, ഞങ്ങളൊന്നും വരുന്നില്ല. അതെ, അങ്ങനെ വെക്കാം. എല്ലാവരും 2 പേര് പോവാം. എല്ലാവരും ജനങ്ങളൊക്കെ ബിന്ദു ചുമ്മാ പറഞ്ഞു. അതെ ആ വിളി കേൾക്കുമ്പോഴേ അറിയാം എല്ലാനുള്ള അത് തന്നെയല്ലെന്നേ ഈ ബിന്ദുവിന്റെ ചേട്ടത്തിന് കൂടെ കല്യാണമൊക്കെ വിളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു. ബിന്ദുവിന്റെ കൂടെയാണ് പിന്നെയും കാര്യമില്ല. അതുമല്ല ഇത്രയും ദൂരെ പോകണ്ടേ. ഇതൊക്കെ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ചുമ്മായൊന്നും അല്ല അതിന് വേണ്ടി തന്നെ ബിന്ദുവിനെ വിളി ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കുടുംബശ്രീയിലൊക്കെ വരുമ്പോഴേ ഒരു കുറിയൊക്കെ തന്നെ നമ്മളെ വിളിക്കേണ്ടതല്ലേ. അതെ അതെ, നമ്മളോട് പറഞ്ഞില്ലേ നമ്മൾ എന്തായാലും വിചാരിച്ചെന്ന് വിചാരിച്ചിട്ടാ ആ വഴി നിന്ന് പറഞ്ഞിട്ട് പോയെ. ഇല്ല നമ്മൾ കൂടിയപ്പോ അവിടെ കയറി വന്നെന്ന് പറയണ്ടേ. അഡ്രസ് പോലും പറഞ്ഞു തന്നിട്ട് അതെ അതെ, എന്നിട്ട് ലൊക്കേഷൻ എഴുതി തരാം. ലൊക്കേഷൻ അയച്ചു എന്നിട്ട് വേണം തോട്ടിൽ പോയി ചാടാൻ. അത് നോക്കി പോയിട്ട് ലൊക്കേഷൻ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് വെള്ളം തോട്ടിന്റെ ആറിന്റെ ഒക്കെ ഇട്ടാ നമ്മളതിനകത്ത് പോയി ചാടും. അത് തന്നെയാണ് ഇപ്പൊ നല്ല വെള്ളപ്പൊക്കം വേണം. അതെ അതെ, പോയാ പിന്നെ ചില അറിയിട്ട് മേടിക്കട്ടെ. അതല്ലേ ഇപ്പോഴത്തെ ഗൂഗിൾ മാപ്പ് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. മണവാട്ട് പോയ പോലെ ഇരിക്കും, തോട്ടിൽ പോയ പോലെ. വഴി ബിന്ദു പറഞ്ഞു തരും, നമ്മൾ വല്ല തോട്ടിലാറ്റിലായിരിക്കും. ഇവിടെയൊക്കെയുള്ള പൂവെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയാണ്. കല്യാണം വിളിച്ചെങ്കിൽ വിളിച്ചാൽ പോകണം. കല്യാണം വിളിച്ചാൽ പോകാൻ എല്ലാവരും വേണ്ടി 500 രൂപ പിരിവ് കൊടുക്കുന്നേ. 500 500 രൂപ എത്ര പേര് പോകണം. 500 രൂപയും കൊടുത്തിട്ട് ആ വിളി ഒന്ന് കേൾക്കണമായിരുന്നു. വേണേ വന്നാ മതി എന്നുള്ളൊരു വിളി. ആണോ? സംശയം ഇല്ലായിരുന്നല്ലോ വിളിച്ചപ്പോ. അത് തന്നെയല്ല തങ്കമണി, വഴി പോലും പറഞ്ഞു തന്നില്ല. അല്ല ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നല്ലേ കുടുംബശ്രീ കൊടുക്കുന്നത്. നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ കയറി വന്നോ? നിങ്ങളുടെ വീട്ടിൽ കയറി വന്നോ? എല്ലാരും ഇപ്പൊ എപ്പോഴും അതൊന്നും ഓർത്തിരിക്കുകയാണ്. പോകണ്ടെന്ന് വെച്ചേക്കണം. എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോകുന്നുമില്ലെന്നു. ഞങ്ങള് പോണില്ല, വിളിച്ചവരൊക്കെ പോയി. ഞങ്ങൾ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, അമ്മ ചേച്ചിയും വേറെ ഒരാളും കൂടെ പോകും. എല്ലാം എന്നെയാണ് വിടുന്നത്. എന്നെക്കാളും ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്നെയാണോ വിടുന്നത്? കൊടുത്താൽ പോരെ. പ്രായം നോക്കണം, നിങ്ങൾ സുന്ദരിമാരൊക്കെ പോകുന്നേ. സുന്ദരിയല്ലേ? എന്നാ ആ പിരിവിഞ്ഞ ഞങ്ങള് ആ പിരിവ് ഞാൻ തന്നോളാം. അത് അങ്ങോട്ട് ചേച്ചി ഇച്ചിരി കൂടുതലൊരാണ്. അങ്ങോട്ട് ചേച്ചി വഴി പറഞ്ഞു തന്നായിരുന്നു കല്യാണം വിളിച്ചപ്പോ. എന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാം. അതെ, ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാം. അതൊന്നും എനിക്കറിയാം. ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മാപ്പ് നോക്കാം. നോക്കാൻ അറിയാവുന്ന നിനക്കറിയാവുന്ന ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ. എനിക്കറിയില്ലെന്നേ. വേറെ വല്ല മാപ്പ് അറിയാവോ? ഒന്നും പറയാനറിയാം. അത് നോക്കാനോ പോകാനോ ഒന്നും അവര് തരുന്ന അപ്പോഴും പോയി തോട്ടിട്ട്. അതെ, മാപ്പ് നോക്കി പിന്നെ പോയി വലിയ ആറ്റിലേക്കോ ഒക്കെ ഉള്ള വഴിയായിരിക്കും. അതങ്ങനെയാ പറഞ്ഞു തന്നിരിക്കുന്നത്. ഉണ്ടായിപ്പാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചുമ്മാ നമ്മളെ കളിയാക്കാൻ വേണ്ടി നമ്മള് ചെല്ലാൻ വേണ്ടി ചോദിച്ചു. അല്ല ചോദിച്ചേ, നമ്മള് തലവസം ചെല്ലാൻ പറഞ്ഞപ്പോ എന്നെ ഒരു മിണ്ടിയോ? ഒന്നും മിണ്ടിയില്ല. അല്ല തലേദിവസം പോരാനെന്നാ പറഞ്ഞ ഗൂഗിൾ മാപ്പ് അയച്ചു തരാം. പക്ഷെ തലേദിവസമായിട്ടും ഗൂഗിൾ മാപ്പ് തിരക്കുവാ. അതിറക്കുവാ. സഹിച്ചേച്ചി ചോദിച്ചു വിളിക്കുന്നില്ലേന്ന്. അപ്പത്തേനാണ് കല്യാണം വിളി വന്നത് തന്നെ. ഇവരെ വിടാം. തങ്ങമണി ചേച്ചി ഇവര് 3 പേരുടെ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ ചെല്ലുക തന്നെ ചെയ്യും. അറിയാം മാപ്പ് നോക്കാനും അറിയാം, പറയാനും അറിയാം. നിർത്തിയിട്ട് കാര്യത്തോട്ട് കിടക്കട്ടെ എന്നാ എല്ലാരും കൂടെ തീരുമാനം എടുക്കും. എല്ലാരും കൂടെ പിരിക്കുക. പിരിച്ചിട്ട് ഉള്ള എന്നാന്ന് വെച്ചാൽ ബിന്ദുവിന് കൊണ്ട് കൊടുക്കുക. ചുമ്മാ ആർക്കും പോകാൻ പറ്റത്തില്ലല്ലോ. എല്ലാരും കൂടെ എല്ലാരും കൂടെ കൂടി 1000 രൂപ പിരിച്ചിട്ട് പേരൊന്നും എഴുതാതെ നമുക്ക് എല്ലാരും കൂടെ പോകുന്നു വേണ്ട. ആരെങ്കിലും 2 പേര് സൗകര്യമുള്ളവർ പോവാ കേട്ടോ. പോകാതിരിക്കല്ലോ. നമ്മളെന്നാലും വിളിച്ചല്ലേ. ഇത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ വന്ന് വിളിച്ചതല്ലേ, പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മള് വിളിച്ചൊന്നും എല്ലാത്തിനും വരുന്ന നമ്മൾ പോകണം കേട്ടോ. എന്നിട്ട് കവറിനകത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിച്ചിട്ടും പോരാ. പിന്നെ അത് തന്നെയല്ല അമ്പലത്തിലെ കല്യാണം ഇഷ്ടമുള്ള രമ്യ എനിക്ക് ചെരുപ്പിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ബിന്ദുവിനോട് പറയണേ 2 നോക്കി ഇട്ടേക്കണോന്ന് ചെല്ലുമ്പോൾ. ഞാൻ ഓടിച്ചോദില്ലാന്നല്ലേ ബിന്ദു പറഞ്ഞു. അത് നല്ല സൗകര്യമല്ലേ? അവിടെ ചെരുപ്പില്ല, അവിടെ ഊണ് തുടങ്ങും. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ണായിരിക്കുന്നത്. ഇപ്പം അവിടെ കട്ടിട്ട് നടക്കുമ്പോൾ ഇവിടെ ഊണ് തുടങ്ങും. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പൊ കഴിക്കാനല്ലേ പോണത്, അല്ലാതെ ഞാൻ ചെറുക്കനെ പെണ്ണെ അനുഗ്രഹിക്കാനോ വല്ലതാണ്. പിന്നെ ഇവരുടെ എന്നാ പഴവും പപ്പടവും പായസം വല്ല ഇറച്ചിയും മീനൊക്കെ ആണെങ്കിലും വേണ്ടില്ല. ഇറച്ചി മീനൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ തലേദിവസം പോകണം. നമ്മളെ തലേദിവസം വിളിച്ചിട്ടില്ലേ? അത് വേണമെന്നൊരു തലേദിവസം പോയി കഴിച്ചിട്ട് പോരുക. ആരാന്ന് വെച്ചാൽ
ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ അയൽപക്കത്തോ നാട്ടിലോ ഒക്കെ ഉണ്ടോ ചെരുപ്പടിച്ച് മാറ്റുന്നതും സദ്യ ഉണ്ണാൻ തന്നെയായിട്ടും പോലെ ആൾക്കാരൊക്കെ? ഞങ്ങളുടെ നാട്ടിലില്ല, ഞങ്ങളുടെ കുടുംബശ്രീയിലുണ്ട്. വേണേ ഇവിടെ നിപ്പുണ്ട് ആള്. അടുത്ത ഓഡിറ്റോറിയം പള്ളിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെരുപ്പടിച്ച് മാറ്റാനായിട്ട്. നീ തന്നെ, അല്ലാതെ പിന്നെ ആരാ? ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർത്തുന്നു.